വെൽക്കം ടു മാനിഫോൾഡ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ജൂണിൽ നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻസ് ഓഫ് 3 വേരിയബിൾ, 3 വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ബൂളിയൻ എക്സ്പ്രഷൻസ്, എത്ര ഡിഫറെന്റ് ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് എ 8 ആണ്, ഓപ്ഷൻ ബി 256, ഓപ്ഷൻ സി 128, ഓപ്ഷൻ ഡി 64. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ വിത്ത് n വേരിയബിൾ. ഇഫ് യു ആർ യൂസിങ് n വേരിയബിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ, ഡിസ്റ്റിങ്ക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻസ് എത്രയാണ് വരുന്നത് നമുക്ക് അറിയാം. എക്സ്പ്രഷൻസ് 2 to the power of 2 raised to n വേരിയബിൾസ് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻസ് 2 to the power of 2 raised to n. So for n equal to 3, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. This number equal to 2 to the power of 2 raised to 3. 2 to the power of 8 equal to 256. So correct answer 256. So അടുത്ത question, a certain JK flip-flop has propagation delay 10 nanosecond. The largest mode counter that can be constructed from such flip-flops and still operate up to 20 megahertz. അപ്പോൾ 20 മെഗാഹെർട്സ് ക്ലോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് മോഡ് കൗണ്ടർ. അപ്പോൾ കൗണ്ടറിന്റെ എത്ര സ്റ്റേജസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ n × TPD അത് ക്ലോക്ക് പീരിയഡിന് ഈക്വൽ ആയിരിക്കണം, ക്ലോക്കിന്റെ ടൈം പീരിയഡിന് ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമ്മൾ മാക്സിമം വരുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n × TPD ക്യാൻ ബി ടേക്കൺ ആസ് T ഓഫ് ക്ലോക്ക്. അപ്പോൾ T ഓഫ് ക്ലോക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, പീരിയഡ് ഓഫ് ക്ലോക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/20 മെഗാഹെർട്സ് എന്നാണ്. അപ്പോൾ 1/20 മെഗാഹെർട്സ് ചെയ്താൽ 50 നാനോ സെക്കൻഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് സ്റ്റേജസ് n കാൽക്കുലേറ്റ് ചെയ്യാം. n ഈക്വൽ ടു 50 നാനോ സെക്കൻഡ് ഡിവൈഡ് ബൈ 10 നാനോ സെക്കൻഡ്, അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ. നമ്പർ ഓഫ് സ്റ്റേജസ് 5 കിട്ടും. ടോട്ടൽ മോഡ് എന്ന് പറയുന്നത്, മാക്സിമം മോഡ് എന്ന് പറയുന്നത് 2 raised to n ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 32. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. Among the digital IC families, which one of the following statements are false? ഡിജിറ്റൽ ഫാമിലീസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഫാൾസ് ആവുന്നത്? ഫസ്റ്റ് വൺ, ECL എല്ലാവർക്കും അറിയാലോ. ECL എമിറ്റർ കപ്പിൾ ലോജിക് ആണ്, which is non-saturated logic family ആണ്. HTL high threshold has biggest noise margin, അതും കറക്റ്റ് ആണ്. CMOS complementary metal oxide semiconductor highest fan out ആണ് വരുന്നത്. അപ്പോൾ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the minimal function that can detect a divisible by 4 8421 BCD code digit is given by. ഇപ്പോൾ 8421 കോഡിൽ MSB എന്ന് പറയുന്നത് 8 റെപ്രസെന്റ് ചെയ്യും, വെയിറ്റേജ് 8 ആണ് വരുന്നത്. അപ്പോൾ D3 D2 D1 D0 ഇതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റേജ് നമ്മൾ എഴുതുകയാണെങ്കിൽ 8 4 2 1. ഓക്കെ, ഈ ഒരു ബൈനറി നമ്പർ ഡിവിസിബിൾ ബൈ 4 ആവണം. ഡിവിസിബിൾ ബൈ 4 ആവുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ നമ്പർ 0 വരാം, 4 വരാം, 8 വരാം, അതുപോലെ 12 വരാം. ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ D1 ആൻഡ് D0 ഈ രണ്ട് വാല്യൂസ് 0 ആയിരിക്കണം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എഫ് എന്നുള്ള ആ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത് D1 കോംപ്ലിമെന്റ് D0 കോംപ്ലിമെന്റ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2ഉം 1ഉം വരുമ്പോൾ അത് ഡിവിസിബിൾ ആവും. ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ 0 എന്ന് പറഞ്ഞാൽ 0 0 0 0. 4 വരുമ്പോൾ 0 1 0 0. 8 ആണെങ്കിൽ 1 0 0 0. 12 വരുമ്പോൾ 1 1 0 0. ഇവിടെ നോക്കുകയാണെങ്കിൽ
ഈ രണ്ട് ഡിജിറ്റ് എപ്പോഴും 0 ആണ്. ഇതിന്റെ എല്ലാ കോമ്പിനേഷൻസും വരുന്നുണ്ട്. അപ്പോൾ F is equal to D1 കോംപ്ലിമെന്റ് D0 കോംപ്ലിമെന്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫിക്കൽട്ടി ഇൻ അച്ചീവിംഗ് ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ലീഡ്സ് ടു. ഒരു ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഡോപ്പ് ചെയ്യും. അപ്പൊ ഡോപ്പ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവുന്ന എറർ എന്നാണ്. ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യുന്നതിലുള്ള വരുന്ന എറർ എന്ന് പറയുന്നത് എറർ ഇൻ വേരിയേഷൻ ആണ്. അടുത്തത്, അഡ്വാൻറ്റേജ് ഓഫ് നോറ സിമോസ് ലോജിക് ഈസ് ദാറ്റ്. നോറ സിമോസ് ലോജിക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ അഡ്വാൻറ്റേജ് എന്താണ്? നോറ സിമോസ് ലോജിക്കിൽ നമുക്ക് ഡിഫറെന്റ് എൻമോസ് സ്റ്റേജ് അടുത്ത വരുന്ന അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വരുന്ന പിമോസ് സ്റ്റേജ്, ഇത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഡയറക്റ്റ് പിമോസിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തത് എൻമോസ് സ്റ്റേജ് ആണ്. എൻമോസ് ഇതാണ് നോറ സിമോസ് ലോജിക്കിന്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത്തരത്തില് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ സ്റ്റാറ്റിക് CMOS ഇൻവെർട്ടർ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് എവറി ഡൈനാമിക് ലോജിക് സ്റ്റേജ്. ഇൻസ്റ്റെഡ്, ഡയറക്റ്റ് കപ്ലിംഗ് ഓഫ് ലോജിക് ബ്ലോക്സ് ഈസ് ഫീസിബിൾ ബൈ ആൾട്ടർനേറ്റിംഗ് NMOS ആൻഡ് PMOS ലോജിക് ബ്ലോക്ക്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡർ പ്രോസസ് വിത്ത് സബ് ത്രെഷോൾഡ് സ്ലോപ്പ് 100 millivolt per decade. The coefficient of DIBL coefficient of 0.15. How must the power supply drop to cut sub-threshold leakage by a factor 2? Okay, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A CE amplifier has a resistance RF connected between collector and base. RF equal to 40K, RC equal to 4K. If HFE equal to 50, RPi equal to 1 kilo ohm, then output resistance RO is. Output resistance of CE amplifier with the collector feedback ആണ് ചോദിച്ചിട്ടുള്ളത്. സർക്യൂട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കളക്ടർ ഫീഡ്ബാക്ക് വരുന്ന CE ആംപ്ലിഫയർ, ഇതാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF. ഓക്കെ, കളക്ടർ ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്, VCC. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, RPi and this is Vpi, GM into Vpi, RC. So output resistor, ഇവിടെ feedback resistor is connected between input and output stage. RF ഇത് 40K ആണ്, ഇത് 4K. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററിന്റെ ഇഫക്റ്റ് വരും. ഗെയിൻ ഹൈ ആയതുകൊണ്ട് ഫീഡ്ബാക്ക് ഇഫക്റ്റ് റെസിസ്റ്ററിന്റെ ഇഫക്റ്റ് ഓൾമോസ്റ്റ് 40K ആയിരിക്കും വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ 40K പാരലൽ വിത്ത് 4K. ഇവിടെ നമ്മൾ മില്ലർ തിയറം അപ്ലൈ ചെയ്യാം. മില്ലർ തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ഈ റെസിസ്റ്റൻസിനെ ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്നത്. ഗെയിൻ ഹൈ ഗെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് 40K ആയിരിക്കും. ഔട്ട്പുട്ടിൽ നമ്മൾ നോക്കുമ്പോൾ, ഓക്കെ, ഇൻപുട്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കറണ്ട് സോഴ്സ് 0 ആയിരിക്കും. സോ കറണ്ട് സോഴ്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RO ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4K ആയിരിക്കും കറക്റ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ C ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. An amplifier has an open loop gain of 100, an input impedance of 1 kilo ohm and an output impedance of 100 ohm. If a feedback network with a feedback factor of 0.99 is connected in voltage series feedback mode, then input and output impedance voltage series feedback. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് മോഡലിൽ വർക്ക് ചെയ്യുമ്പോൾ
ഇൻപുട്ട് റെസിസ്റ്റൻസ് RIF എന്ന് പറയുന്നത് RI ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ROF ഈക്വൽ ടു RI ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് എ തന്നിരിക്കുന്നത് എ ഈക്വൽ ടു ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 ആണ്, ബീറ്റ ഈക്വൽ ടു 0.99. സോ 1 പ്ലസ് എ ബീറ്റ ദ എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 100 ഇൻറ്റു 0.99 ഈക്വൽ ടു 1 പ്ലസ് 100 ഇൻറ്റു 0.99 ഈക്വൽ ടു 100 ആണ് 1 പ്ലസ് എ ബീറ്റ വരുന്നത്. 1 പ്ലസ് എ ബീറ്റ 100 ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് വാല്യൂസ് RIF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ RI വാല്യൂ 1 കിലോ ഓം ഇൻറ്റു 100 കിലോ ഓം. അതുപോലെ ROF 100 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1 ഓം. സോ കറക്റ്റ് ആൻസർ 100 ഓം ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വരുന്നത്. 100 കിലോ ഓം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 1 ഓം ആയിട്ട് മാറും. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. If capacitor is energized by symmetrical square wave current source, then the steady state voltage across capacitor. ഇപ്പോൾ സിമെട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് സോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു കറണ്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ്, സോ ഇത് കപ്പാസിറ്ററിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് കറണ്ട് സോഴ്സ് ആയിട്ട് IS. ഓക്കെ, ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് വി സിയുടെ ഫോർമുല VC ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 1/C ഇന്റഗ്രൽ I dt. സോ I പോസിറ്റീവ് വാല്യൂയും നെഗറ്റീവ് വാല്യൂ ആയിട്ട് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് വരുമ്പോൾ നമുക്കതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഓക്കെ ഈ രീതിയിലാണ്. വിൽ ഗെറ്റ് എ ട്രയാങ്കുലർ വേവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ്. സോ ദിസ് വിൽ ബി ട്രയാങ്കുലർ ഔട്ട്പുട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. In a linear circuit, superposition principle can be applied to calculate voltage and current, voltage and power, current and power, voltage, current and power. നമുക്കറിയാം സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. പവർ നമുക്ക് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. വോൾട്ടേജും കറണ്ട് കണ്ടുപിടിച്ച ശേഷം പവർ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. നമ്പർ 11 നമ്മൾ നോക്കുകയാണെങ്കിൽ സി ആണ്. നമ്പർ 11 ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. The poles and zeros of a driving point function of a network are simple and interlace on the negative real axis with a pole close to origin. It can be realized. എങ്ങനെയാണ് നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിന്റെ റിയലൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു RC സർക്യൂട്ട് നമ്മൾ എടുക്കാം. അതിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപീഡൻസ് ZS കാൽക്കുലേറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് R, കപ്പാസിറ്റൻസ് 1/SC ആണ് വരുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഇംപീഡൻസും റെസിസ്റ്റർ സീരീസിലാണ് വരുന്നത്. സോ ZS ഈക്വൽ ടു R പ്ലസ് 1/SC ഈക്വൽ ടു 1 പ്ലസ് SRC ഡിവൈഡഡ് ബൈ SC ഈക്വൽ ടു RC കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ R ഇൻറ്റു 1S പ്ലസ് 1/RC ഡിവൈഡഡ് ബൈ S. സോ ഒരു പോൾ, ഒറിജിനിൽ ഒരു പോളും അതുപോലെ തന്നെ -1/RCയിലൊരു സീറോയും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് RC നെറ്റ്വർക്കിന്റെ പോൾ സീറോ ഡയഗ്രം നമുക്ക് കിട്ടുന്നത്. പോളിന്റെ ലൊക്കേഷൻ ഒറിജിനിലും അതുപോലെ സീറോ എന്ന് പറയുന്നത് -1/RCയിലും വരും. ഇതേ തരത്തിലുള്ള ഫംഗ്ഷൻ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് RL സർക്യൂട്ടിന്റെ അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് ഓഫ്
ആർ എൽ സർക്യൂട്ട് ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആർ സി ഡ്രൈവിംഗ് പോയിന്റ് ഇംപീഡൻസ് എന്ന് പറയുന്നതാണ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ നോൺ ഡീജനറേറ്റീവ് semiconductor, bulk semiconductor with a electron density n equal to 10 raised to 16 per centimeter cube, the value of EC minus EF equal to 200 milli electron volt. Assume the thermal voltage is 26 milli electron volt and intrinsic carrier concentration is 10 raised to 10 per cc. For n equal to 0.5 into 10 raised to minus 10 raised to 16 per cc, the closest approximation of the value EC minus EFN. Okay, EC minus EFN, energy, conduction energy level minus Fermi level. EFN, ഈ ഡിഫറൻസ് നമുക്ക് തന്നിരിക്കുന്നത് 10 raised to 16 ആണ് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. ഇതിന്റെ വാല്യൂ ഫോർമുല KT ഇൻറ്റു natural log NC divided by ND എന്നുള്ള ഫോർമുലയാണ്. ഇവിടെ KT എന്ന തെർമൽ വോൾട്ടേജ് ആണ്, 26 മില്ലി ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. സോ KT ഈക്വൽ ടു 26 മില്ലി ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ആദ്യത്തെ കേസിൽ NT1 കൊടുത്തിട്ടുള്ളത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 16 ആണ് തന്നിരിക്കുന്നത്. 10 raised to 16 ഇലക്ട്രോൺ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അത് 10 raised to 16 per cc ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ കേസ് ഫോർ കേസ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ EC മൈനസ് EFN ഫസ്റ്റ് കേസിൽ എത്രയാണ് വരുന്നത്? അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ KT ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് NC ബൈ ND1 എന്ന് പറയുമ്പോൾ 10 raised to 16 ഈക്വൽ ടു 200 മില്ലി ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സെക്കൻഡ് കേസിൽ EC മൈനസ് EFN, സെക്കൻഡ് കേസിൽ എത്ര വരിക? KT ഇൻറ്റു LN നാച്ചുറൽ ലോഗ് ഓഫ് NC ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 10 raised to 16 per cc ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് മൈനസ് ചെയ്യാം. 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് EC മൈനസ് EFN 2 ഈക്വൽ ടു, ആ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് KT ഇൻറ്റു നാച്ചുറൽ ലോഗ് ND2 ഡിവൈഡ് ബൈ ND1 എന്നുള്ള ഫോർമുല കിട്ടും. KTയുടെ വാല്യൂ 26 മില്ലി ഇലക്ട്രോൺ വോൾട്ട്, 26 മില്ലി ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു natural log ND2. സെക്കൻഡ് കേസിൽ 0.5 ഇൻറ്റു 10 raised to 16 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കേസിൽ വരുന്ന ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10 raised to 16 ആണ്. സോ ദസ് വാല്യൂ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 26 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് 0.5 ആണ് ആൻസർ, മൈനസ് 0.018 മില്ലി ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ്, അത് മില്ലി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുമ്പോൾ 18 മില്ലി ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക. Therefore, EC minus EFN in second case equal to 200 plus 18 equal to 218 milli electron volts. The correct answer option C. Question number 13 on drift current in semiconductors depends upon drift current JD, drift current density JD is equal to N into mu N plus P into mu P
into E, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ മൊബിലിറ്റി, അതുപോലെ ചാർജ് കോൺസെൻട്രേഷൻ, ഇത്തരം കാര്യങ്ങളിലാണ് ഡ്രിഫ്റ്റ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫോർമുലയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. An a stable multi-vibrator circuit using IC555 timer is shown below. Assume that the circuit is oscillating steadily. The voltage VC across capacitor varies between. ഇപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് 555 ആണ്. ഇതിൽ കപ്പാസിറ്റർ വോൾട്ടേജ് സ്വിങ്സ് ബിറ്റ്വീൻ VCC/3 ആൻഡ് 2/3 VCC. ഓക്കെ, ഇതാണ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ വേരിയേഷൻ. ഇപ്പോൾ VCCയുടെ വാല്യൂ VCC ഈക്വൽ ടു 9 വോൾട്ട് ആണ്. സോ കപ്പാസിറ്റർ വോൾട്ടേജ് സ്വിങ്സ് ബിറ്റ്വീൻ 3 വോൾട്ട് ആൻഡ് 6 വോൾട്ട്. ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. കറക്റ്റ് ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. The steps involved in FPGA implementation process are mapping, translate, place and route. Arrange these implementation steps in sequence they are performed. So first step FPGA field programmable arrays. അതിൻ്റെ ഒരു ഡിസൈനിൽ, അതായത് ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിൽ ആദ്യം നമ്മൾ ട്രാൻസ്ലേറ്റ്, മാപ്പിംഗ്, പ്ലേസ് ആൻഡ് റൂട്ട്, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ട്രാൻസ്ലേറ്റ്, മാപ്പിംഗ്, പ്ലേസ് ആൻഡ് റൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. The Boolean expression y of ABC equal to a plus bc is to be realized using 2 input gates of only one type. What is the minimum number of gates required for realization? നമുക്ക് ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ 2 ഇൻപുട്ട് ഗേറ്റ് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ്. അപ്പോൾ ഇതിന് ആൻഡ് ഓർ ഓപ്പറേഷൻ വരുന്നുണ്ട്. നാൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാൻ ഗേറ്റ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. സോ എ ഇൻവേർട്ട് ചെയ്യണം, എ കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ്, ബിയും സിയും നമ്മൾ മറ്റൊരു നാൻ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതെല്ലാം നാൻ ഗേറ്റ് ആണ്. സോ ബി സി ഔട്ട്പുട്ട് വിൽ ബി BC കോംപ്ലിമെന്റ്. ഓക്കെ, ഇത് രണ്ടും മറ്റൊരു നാൻ ഗേറ്റിലേക്ക് കൊടുക്കുക. സോ എ കോംപ്ലിമെന്റ്, BC കോംപ്ലിമെന്റ്, ഹോൾ കോംപ്ലിമെന്റ്. സോ ഔട്ട്പുട്ട് ഈക്വൽ ടു എ പ്ലസ് BC. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് 3 ആണ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ എക്സ്പ്രഷൻ y of a, b, c ഈക്വൽ ടു ABC പ്ലസ് ABC കോംപ്ലിമെന്റ് പ്ലസ് a കോംപ്ലിമെന്റ് b കോംപ്ലിമെന്റ് c പ്ലസ് a കോംപ്ലിമെന്റ് BC. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ട് മാറ്റാം. അതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം, ടേംസ് കമ്പൈൻ ചെയ്യാം. ABC പ്ലസ് C കോംപ്ലിമെന്റ് പ്ലസ് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് പ്ലസ് BC. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് 1 ആണ് വരുന്നത്, 1, അതുപോലെ ഇതും 1 ആണ്. സോ വിൽ ഗെറ്റ് AB പ്ലസ് A കോംപ്ലിമെന്റ് C. സോ വൈയുടെ കോംപ്ലിമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ y കോംപ്ലിമെന്റ് ഈക്വൽ ടു AB പ്ലസ് A കോംപ്ലിമെന്റ് C ഹോൾ കോംപ്ലിമെന്റ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് AB കോംപ്ലിമെന്റ് ആൻഡ് A കോംപ്ലിമെന്റ് C ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് പ്ലസ് B കോംപ്ലിമെന്റ് ഇൻറ്റു A പ്ലസ് C കോംപ്ലിമെന്റ്. So correct answer, A complement plus B complement into A plus C complement
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ തെവെനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ ഓം അക്രോസ് പി ക്യു. പി ക്യുവിന് അക്രോസ് വരുന്ന തെവെനിൻ ഇക്വലന്റ് ഇംപീഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തെവെനിൻ ഇക്വലന്റ് ഇംപീഡൻസ്, ഇപ്പോൾ ഡിപെൻഡന്റ് സോഴ്സ് വരുന്ന ഒരു സർക്യൂട്ടിൽ തെവെനിൻ ഇക്വലന്റ് ഇംപീഡൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ RTH ഈക്വൽ ടു VOC, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC, VOC ബൈ ISC, ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. VOC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെർമിനൽ ഓപ്പൺ ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കിവിടെ അതിന്റെ ഫിഗർ വരയ്ക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്പൺ ടെർമിനലാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് I0ന്റെ ടേമിൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വരുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈക്വൽ ടു I0 ഇൻറ്റു 1 ഓം. അപ്പൊ ഇത് 1 ഓം ആണ്. ഇവിടെയും ഒരു 1 ഓം വരുന്നുണ്ട്. 1 1 1, പിന്നെ വരുന്നത് 10 വോൾട്ട് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ V0 ഈക്വൽ ടു 1 ഇൻറ്റു I0 ഈക്വൽ ടു I0ന്റെ വാല്യൂ ആണ്. നമുക്ക് I0 കാൽക്കുലേറ്റ് ചെയ്യാൻ ഔട്ടർ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. KVL ഫോർ ഔട്ടർ ലൂപ്പ് KVL അപ്ലൈ ചെയ്ത് നോക്കൂ. 10 അതുപോലെ തന്നെ പ്ലസ് 3I0, ഇവിടെ വരുന്നത് -I0, ഇവിടെ ഈ 1 ഓമിലുള്ള ഡ്രോപ്പ് -I0, ഈ I0 എന്നുള്ള കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈക്വൽ ടു 0. സോ I0 ഈക്വൽ ടു -10 വോൾട്ട്, 10 ആംപിയർ. I0 നമുക്ക് -10 ആംപിയർ എന്ന് കിട്ടും. ഇനി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ISC ഫ്ലോ ചെയ്യും. ISC ഫ്ലോ ചെയ്യുമ്പോൾ I0ന്റെ വാല്യൂ 0 ആയിരിക്കും. 3I0 0 ആയിരിക്കും. അപ്പൊ സർക്യൂട്ട് വളരെ സിമ്പിൾ സർക്യൂട്ട് ആവും. ഇത് 10 വോൾട്ട് സോഴ്സ്, പിന്നീട് വരുന്ന ഈ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഈ റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഇതിലൂടെ കറണ്ട് 0 ആയതുകൊണ്ട് ഈ എലമെന്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ 0 ആണ്. ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ ഷോർട്ട് വരും, പിന്നെ ഇവിടെ റെസിസ്റ്റൻസും ഇവിടെയും റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മൾ കാണുമ്പോൾ സർക്യൂട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആയിട്ട് മാറും. ഇത് 1 ഓം ആണ്, ഇത് 1 ഓം ആണ്. കറണ്ട് ISC എന്ന് പറയുന്ന കറണ്ട് ISC ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 10 ആംപിയർ. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് V0 എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്, -10 വോൾട്ട് ആണ്. സോ -10, I0ന്റെ സെയിം വാല്യൂ -10 ആണ്. സോ RTH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. -10 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു -1 ഓം. -1 ഓം ആണ് നമുക്ക് കിട്ടുന്നത്. തെവെനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു -1 ഓം.